എസ് രാജേഷ്, ഇപ്പോൾ ഈ വാർത്തകളൊക്കെ താങ്കൾ കാണുന്നുണ്ടല്ലോ. അനീഷ് ജോർജ് എന്ന് പറയുന്ന ഒരു BLO ജീവനൊടുക്കിയത് നമ്മൾ കണ്ടു. രാജസ്ഥാനിൽ മറ്റൊരു BLO ജീവനൊടുക്കിയതിൻ്റെ വാർത്ത നമ്മൾ വായിച്ചു. ഓരോ ദിവസവും റിപ്പോർട്ടർ TV ഇന്ന് 10-12 ശബ്ദരേഖകളാണ് പുറത്തുവിട്ടത്. BLOമാരായ സ്ത്രീകളും പുരുഷന്മാരും അടക്കമുള്ള ജീവനക്കാർ പറയുന്നത് നമ്മൾ കേൾക്കുകയാണ്. ഈ തിടുക്കപ്പെട്ട് 2002 2 വർഷമെടുത്ത് പൂർത്തിയാക്കിയ ഒരു പ്രോസസ്സ് ഈ 30 ദിവസത്തിനുള്ളിൽ നടപ്പാക്കണമെന്നുള്ള ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പിടിവാശി BJP എന്തിനാണ് പിന്തുണയ്ക്കുന്നത്? അതല്ലെങ്കിൽ രാജേഷിനെ പോലുള്ളവർ എങ്ങനെയാണ് അതിനെ പിന്തുണയ്ക്കുക? ആദ്യമേ തന്നെ ഇന്നത്തെ റിപ്പോർട്ടറിന്റെ ഈ ഡിബേറ്റിന്റെ തലക്കെട്ട് തന്നെ SIRലെ പിടിവാശി എന്താണെന്നാണ്. അതാണ് ശരിക്കും നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ്. ഈ SIRന്റെ പ്രവർത്തനങ്ങളിൽ അനാവശ്യമായ തിടുക്കം കാണിക്കുന്നത് ആരാണ്? എവിടെയാണത് സംഭവിക്കുന്നത്? എവിടെ ഇത്രയും കുറ്റകരമായ അനാസ്ഥ എവിടെ നടക്കുന്നു എന്ന് കണ്ടെത്തി ആ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാനുള്ള ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇതുവരെ കിട്ടുന്ന. ഏറെ ദിവസമായിട്ട് ഈ വിഷയം വളരെ വിവാദമാകുന്നു, ആക്ഷേപം ഉയർന്നു വരുന്നു, ആരോപണം ഉയർന്നു വരുന്നു. അത്തരത്തിൽ വലിയ സങ്കീർണമായ ഈ വിഷയത്തെ പൊതുസമൂഹത്തിനിടയ്ക്ക് ചർച്ച ചെയ്യപ്പെടുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിന്റെ കാലാകാലങ്ങളിൽ നടക്കുന്ന സമയബന്ധിതമായി നടക്കുന്ന ഒരു ജനാധിപത്യ പ്രക്രിയ, അതിന്റെ ഭാഗമായി നടക്കുന്ന SIR പ്രവർത്തനങ്ങൾ അത് ആരംഭിച്ചു, അത് ഏകദേശം പകുതി സമയം പിന്നിടുന്ന സമയത്താണ് ഈ വിവാദങ്ങളൊക്കെ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് BLOമാർ നേരിടുന്ന അതിസമ്മർദ്ദം ആർക്കും മറച്ചുവെക്കാൻ കഴിയില്ല. അത് സത്യം തന്നെയാണ്. അതിൽ നിന്ന് ആർക്കും ഒളിച്ചോടാനും പറ്റില്ല. പക്ഷേ എവിടെയാണ് അവർക്ക് സമ്മർദ്ദം ഉണ്ടായിരിക്കുന്നത്? ഇത് ആരംഭിച്ച് ഇത് നവംബർ 4-ാം തീയതി ആരംഭിക്കുന്ന സമയത്ത് ഇത് സംബന്ധിച്ച് യാതൊരു വിവാദവുമില്ല. ഇത് പൂർത്തീകരിക്കുന്നതിനെ സംബന്ധിച്ച് ഒരു ആശങ്കയും ആർക്കുമില്ല. ഒരു BLOയുടെ ഭാഗത്തുണ്ടായിട്ടില്ല, രാഷ്ട്രീയ പാർട്ടികളില്ല, ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. പക്ഷേ ബാക്കി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇത് പ്രായോഗികമല്ല എന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഹൈക്കോടതി, ലീഗ് പോയി, കോൺഗ്രസ് പോയി, സർക്കാർ പോയി, സർക്കാരും ലീഗും കോൺഗ്രസും ഉണ്ട്. ഒരു മിനിറ്റ്, അങ്ങനെ അല്ല, അത് രാഷ്ട്രീയ പാർട്ടിയുടെ ആശങ്ക അതല്ല. രാഷ്ട്രീയ പാർട്ടിയുടെ ആശങ്ക SIR വേണ്ട, നിർത്തിവെക്കണമെന്നുള്ളതാണ്. പക്ഷെ രാജ്യത്ത് നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി ഒരു നടപടിക്രമം പ്രഖ്യാപിക്കപ്പെട്ടാൽ അത് നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ച് BLO അവരായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ച് ഏത് സർക്കാരാണെന്നോ ആരാണോ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല ഇരിക്കുന്നതെന്നും നമ്മുടെ ഭാഗമല്ല. അത് കൃത്യമായി നിർവഹിക്കുക, അവരുടെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതല കാര്യക്ഷമമായി ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിൽ അവർക്കൊരു ആശങ്കയില്ലായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. BLOമാർക്ക് ആശങ്കയില്ലായിരുന്നു. പക്ഷേ BLOമാരുടെ മേല് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്കർഷിച്ചിട്ടുള്ളതിന് വിരുദ്ധമായി, ആ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി അനാവശ്യമായ തിടുക്കവും സമ്മർദ്ദവും ചെലുത്തിയത് ആരാന്ന് കണ്ടെത്തണം. ഈ മാധ്യമങ്ങൾ ഏറെ ദിവസമായി ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ് അതിന് നിങ്ങളിപ്പോ ധാരാളം വോയിസ് ക്ലിപ്പുകൾ വിട്ടുകൊണ്ടിരിക്കുന്നു. ആ വോയിസ് ക്ലിപ്പുകൾ വിട്ട അതിന്റെ മേൽ എന്ത് നടപടി ഉണ്ടായി? അതിന് വിരുദ്ധമായ ശക്തമായ താക്കീതുണ്ടാകുന്നില്ല. ഞങ്ങൾക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ പ്രവൃത്തിയിൽ അതൃപ്തിയുണ്ട്. കാരണം ഇത്തരത്തിലൊരു വിഷയം ഉണ്ടായ സമയത്ത് തന്നെ ഇത്തരത്തിൽ BLOമാരുടെ മേലൊരു സമ്മർദ്ദം അടിച്ചേൽപ്പിക്കുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയ സമയത്ത് തന്നെ ഞങ്ങൾ യഥാസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറെ ചുമതലപ്പെടുത്തിയിരുന്നു. അദ്ദേഹം അക്കാര്യത്തിൽ കൂടുതൽ ഗൌരവമായി കണ്ടിരുന്നുവെങ്കിൽ ഇത്തരം കുറ്റകരമായ അനാസ്ഥ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ലായിരുന്നു. ഇത്രയും ഒരു വലിയ സമ്മർദ്ദം ഉണ്ടാകില്ലായിരുന്നു. അനീഷ് ജോർജിനെ പോലുള്ള ഒരാൾ മരണപ്പെടുന്ന സാഹചര്യം വരെ ഒഴിവാക്കാൻ കഴിയുമായിരിക്കും ഒരു പക്ഷേ ഇത് നമ്മൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഇതിനകത്ത് നമ്മൾ ഇത് അറിയാതെ പോകുന്ന, ഇത് ഞങ്ങൾ നേരിട്ട് മനസ്സിലാക്കുന്നവരാണ്. ഞങ്ങൾ ജീവനക്കാരുടെ സംഘടന എന്നുള്ള നിലയ്ക്കും കേരള NGO സംഘം വളരെ കൃത്യമായി തന്നെ ഇതിന്റെ തുടക്കം മുതൽ ഈ വിഷയങ്ങളെ സംബന്ധിച്ച് ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. പക്ഷേ അതിൽ കാര്യമായ ഒരു ശ്രമവും ഉണ്ടാവുന്നില്ല. ഞാൻ ഇന്നലത്തെ ചർച്ചയിൽ തന്നെ ചൂണ്ടിക്കാണിച്ചതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഞങ്ങളുടെ പരാതിയിൽ മേൽ ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഒരു യോഗം വിളിച്ച് ചോദിച്ച സമയത്ത് നിരവധി മാധ്യമ വാർത്തകൾ ഉണ്ടായിരുന്നിട്ട് പോലും ആ വിഷയം ഒളിച്ചുവെക്കുകയും മറച്ചുവെക്കുകയാണ് ചെയ്തത് ബന്ധപ്പെട്ട അധികാരികൾ. പക്ഷേ എത്രയോ ആളുകൾ, എത്രയോ BLOമാർ വളരെ നിശബ്ദമായി അവരുടെ ജോലികൾ പൂർത്തീകരിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ പലർക്കും പല ഘടകങ്ങളാണ്. ധാരാളം വനിതകളെ ഇതിലേക്ക് പോസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവരെ നിർബന്ധപൂർവ്വം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർക്ക് പരിചയമില്ലാത്ത സ്ഥലമാണ്. ഒരുപക്ഷെ അവരെ സംബന്ധിച്ചിട്ട് അവർക്കത് പൂർത്തീകരിക്കുന്നതിന്, ആ പ്രക്രിയ നടപ്പിലാക്കുന്നതിന് ഒരുപാട് തടസ്സങ്ങളുണ്ട്. ചിലപ്പോൾ വാഹനം സ്വന്തമായിട്ട് അവരുടെ എല്ലാം കയ്യിൽ നിന്ന് പെട്രോൾ അടിച്ചിട്ടാണ് ഇതിന്റെ പുറകെ നടക്കുന്നത്. ഇതിന് കൊടുക്കുന്ന ഈ തുച്ഛമായ ഓണറേറിയമാണ് കൊടുക്കുന്നത്. അതൊന്നും ഇവിടെ ചർച്ചയില്ല. അതിന്റെ ഭാഗമായി BLOമാർ നേരിടുന്ന വേറെ മറ്റു നിരവധി പ്രശ്നങ്ങളുണ്ട്. അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അവരുടെ കയ്യിൽ നിന്ന് പണം മുടക്കി നടക്കുന്ന, രാത്രിയും പകലും നടത്തുന്ന ഈ പ്രക്രിയയെ സംബന്ധിച്ചിട്ട് അതിനകത്ത് ആർക്കും ഒരു അഭിപ്രായമില്ല. അതിന് ഇപ്പോഴുണ്ടായിരിക്കുന്നത്
രാജേഷ് purpose രാജേഷ് ആയിട്ട് ഞങ്ങൾ നിങ്ങൾ ഈ മനസ്സിലാക്കുന്നത് ഇതിൽ പ്രതിഷേധിച്ച ഞാനൊന്ന് ഏതെങ്കിലും ഞാനൊന്ന് പ്രതിഷേധ പറഞ്ഞോട്ടെ. പരിപാടികളോ പറഞ്ഞ് ഈ പൂർത്തീകരിക്കാൻ അനുവദിക്കുക. ഈ ഒരു വോട്ടർ മിനിറ്റ്. പട്ടിക പരിഷ്കരണ പ്രക്രിയയിൽ നിന്ന് വിട്ടുനിൽക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നോ നിങ്ങൾ? പറഞ്ഞ് പൂർത്തീകരിക്കട്ടെ. അല്ല, ഞങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ചിട്ട് സർക്കാർ കൊണ്ടുവരുന്ന ഏത് സർക്കാർ എന്നുള്ളതല്ല, ഏതെങ്കിലും സർക്കാർ നടപ്പിലാക്കുന്ന ആ പ്രക്രിയ ചെയ്യാൻ നിയോഗിക്കപ്പെട്ട ചുമതലപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ടവരാണ് BLOമാരും സർക്കാർ ജീവനക്കാരും. അവർക്കത് ചെയ്തേ പറ്റുള്ളൂ. പക്ഷേ അതിന് ഒരു മുതലെടുപ്പ് കിടക്കുന്നുണ്ട് ഇവിടെ. ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നുള്ള അതിനെ വെച്ച് ഭയപ്പെടുത്തിക്കൊണ്ട് ചിലർ ഇതിനെ ബോധപൂർവ്വം അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുന്നു. ഞങ്ങൾ ഇത് ആവർത്തിക്കപ്പെടുവാണ്. അല്ല, അത് ആരാണ് അട്ടിമറിക്കുന്നത് രാജേഷ്? എന്റെ സംശയമല്ല, ഈ സമയത്ത് 30 ദിവസം കൊണ്ട് മനുഷ്യ സാധ്യമാണ് ഈ 1400 പേരോളം വരുന്ന ആളുകൾക്ക് ഒരു ബൂത്ത് ലെവൽ ഓഫീസർ എന്യൂമറേഷൻ ഫോം കൊടുത്ത് അത് പൂരിപ്പിച്ച് തെറ്റായ കാര്യങ്ങളാണെങ്കിൽ അത് തിരുത്തി ഡിജിറ്റലിൽ അപ്ലോഡ് ചെയ്യുന്നത് ഒരു മനുഷ്യ സാധ്യമായ കാര്യമാണോ രാജേഷ്? അതെ, മനുഷ്യ സാധ്യമാണോ എന്ന് വെച്ചാൽ അത് നമ്മൾ ഇതിന്റെ ആരംഭഘട്ടത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമായിരുന്നു. ഇത് തുടങ്ങുന്ന അല്ലാതെ എപ്പോഴും ആവട്ടെ, താങ്കളുടെ ഇപ്പോഴത്തെ അഭിപ്രായം എന്താണ് രാജേഷ്? സംബന്ധിച്ച് ബന്ധപ്പെട്ട ആരാണ് അല്ല അത് കാലാവധി നീട്ടിക്കൊടുക്കുന്നതിൽ തടസ്സമില്ല. ഇത് പക്ഷേ എന്നിട്ട് എന്താ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീട്ടിക്കൊടുക്കാത്തത്? ചെയ്യേണ്ട സമയത്തിന് അപ്പുറം അല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തുകൊണ്ട് നീട്ടിക്കൊടുക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, അത് മൊത്തത്തിൽ അവർ ആ നടപടിയുമായിട്ട് മുന്നോട്ട് പോകുന്നു. അതിൽ നിന്ന് എന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാഴ്ചപ്പാടെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അല്ല, അതാണ് അതിൽ തിടുക്കവും സമ്മർദ്ദവുമാണ്. ഞാനൊരു നിമിഷം, ഒരു BLO നമുക്കൊപ്പം ചേരുന്നുണ്ട്, ഈ ചർച്ച ചെയ്യുന്നുണ്ട്, ടെലിഫോൺ ലൈനിലുണ്ട്. അദ്ദേഹം പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല, നടപടി പറഞ്ഞത് പൂർത്തീകരിക്കാൻ അനുവദിച്ചില്ല. പറഞ്ഞോളൂ രാജേഷ്, 30 സെക്കൻഡിനുള്ളിൽ ഇത് പൂർത്തീകരിച്ചോളൂ, 30 സെക്കൻഡിനുള്ളിൽ ഇത് പൂർത്തീകരിച്ചോളൂ, അതിനുശേഷം ഞാൻ BLOയിലേക്ക് പോകും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അത്തരത്തിലൊരു വലിയ പ്രഷർ നടത്തുന്നവർ നിശബ്ദമായി ഒളിച്ചിരുന്ന് ഇത്തരം ആളുകളെ സമ്മർദ്ദത്തിലാക്കി ഇത് അട്ടിമറിക്കാനുള്ള ശ്രമം ചില ഭാഗങ്ങളിൽ നടക്കുന്നു. എല്ലാ മണ്ഡലത്തിലും നടക്കുന്നത് ഞങ്ങൾ പറയുന്നില്ല, എല്ലാ പ്രദേശത്തും നടക്കുന്നത് അടിച്ചേൽപ്പിക്കുന്നത് പർപ്പസ്ഫുള്ളി അല്ല, അതാരാണെന്ന് വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ചിലരുടെ ഭാഗത്തുനിന്ന് ഇത് നടത്തിക്കുന്ന പ്രവർത്തകരുണ്ട്, നടത്തിക്കുന്ന ഉദ്യോഗസ്ഥരുണ്ട്. അപ്പൊ അവര് എന്താണ് പറയുന്നത്, ഇവിടത്തെ ഭരിക്കുന്ന സർക്കാർ ഒരു തീരുമാനമെടുത്തു, ഇത് വേണ്ടാന്ന് തീരുമാനിക്കുന്നു. അതിനനുകൂലമായി ഇവിടത്തെ ഇടത് സർവീസ് സംഘടനകൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനം നടത്തുന്ന ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു ഒരു അണിയറ നീക്കം നടക്കുന്നുണ്ട്, ഒരു ഗൂഢ പദ്ധതി നടക്കുന്നുണ്ടെന്ന് ഞങ്ങൾ പറ്റുന്നുണ്ട്. തഹസിൽദാർമാരും ഡെപ്യൂട്ടി തഹസിൽദാർമാരും വില്ലേജ് ഓഫീസറും അടങ്ങുന്നവരിൽ ഇടത് ആഭിമുഖ്യമുള്ള സർവീസ് സംഘടനകളിൽപ്പെട്ടവരാണോ ഈ സമ്മർദ്ദം ചെലുത്തുന്നത്? അല്ലെ, അതിനെ ഉത്തരവാദിത്തപ്പെട്ട മേലുദ്യോഗസ്ഥന്മാർക്ക് മേൽ അമിത സമ്മർദ്ദമുണ്ട്. അതാരാണ് അമിത സമ്മർദ്ദം ചെലുത്തുന്നത്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ലേ രാജേഷ്? അല്ലെ, നോക്കൂ, അത് കണ്ടുപിടിക്കട്ടെ. ഇവിടെ അല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അക്കാര്യത്തിൽ കുറച്ചുകൂടെ ജാഗ്രതയായിട്ട് ഈ ഉദ്യോഗസ്ഥരും ഇത് നടപ്പിലാക്കുന്നവരെ നിരീക്ഷണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. നിങ്ങൾ ഏതെങ്കിലും ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കൂ രാജേഷ്. ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 4-ാം തീയതി എന്ന് പറയുന്ന ഒരു തീയതി, ഡിസംബർ 4-ാം തീയതി നിശ്ചയിച്ചതുകൊണ്ടല്ലേ ഒരു 10-20 ദിവസം നീട്ടിക്കൊടുത്ത എന്താ പ്രശ്നം തെരഞ്ഞെടുപ്പ് കമ്മീഷന്? അല്ല, അതിന്റെ പ്രാദേശികമായ നടത്തിപ്പോയി നിൽക്കുന്ന ബന്ധപ്പെട്ട ജില്ലയിലെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് നേരത്തെ തന്നെ അതിന്റെ പൾസ് അറിയാമല്ലോ, അതിന്റെ സാഹചര്യം അറിയാമല്ലോ. അവർ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി നിരവധി യോഗങ്ങൾ, മീറ്റിംഗുകൾ നടത്തുന്നു. ആ യോഗങ്ങളിലെല്ലാം ഇത് നടക്കൂല എന്നാണ് പറഞ്ഞത്. പ്രായോഗികമല്ല എന്ന നിലപാടാണ് CPM-ഉം കോൺഗ്രസും ലീഗും സ്വീകരിച്ചത്. അന്ന് കേട്ടില്ല. അല്ല, അതിനെ സംബന്ധിച്ച് ഇപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ച് മറുപടി പറയാൻ ഞാൻ ആളല്ല. പക്ഷേ